സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 21 മുതലുള്ളതായ വാക്യങ്ങൾ. പ്രാരംഭവാക്യം ഇങ്ങനെ വായിക്കുന്നു: മകനെ, ജ്ഞാനവും വകതിരിവും കാത്തുകൊള്ളുക, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ദൈവം പറയുന്നത്, നിന്റെ ദൃഷ്ടിയിൽ നിന്ന് അതൊരിക്കലും മാറിപ്പോകരുത്. ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോയാൽ നമ്മുടെ നോട്ടം മറ്റു പലതിലേക്കും ആകിപ്പോവും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ കൺമുന്നിൽ അത് കാണത്തക്ക നിലയിൽ ഒരു നെറ്റിപ്പട്ടം പോലെ നമ്മളത് സൂക്ഷിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പം ദൈവത്തിൻ്റെ വചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അത് നമ്മളെ എല്ലാ നിലയിലും സകല സൽപ്രവൃത്തിയിലും തികഞ്ഞവനാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയിരിക്കുന്നതായ വചനമാണ്. ആ വചനം കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. ഇവിടെ നമ്മൾ വായിക്കുന്ന, മകനെ, ജ്ഞാനവും വകതിരിവും നീ കാത്തുകൊള്ളുക. അപ്പം ദൈവത്തിൻ്റെ വചനം കാക്കുക മാത്രമല്ല, നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ജ്ഞാനവും വകതിരിവും നമ്മൾ കാത്തുകൊള്ളേണ്ടതാണ്. അവ നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. ദൈവം നമുക്ക് ജ്ഞാനം തന്നിരിക്കുന്നത് എന്തിനാണ്? വകതിരിവ് തരുന്നത് എന്തിനു വേണ്ടിയാണ്? മനുഷ്യനെന്ന നിലയിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ആത്മീയ ഭൗതിക ജീവിതത്തിൻ്റെ എല്ലാ നന്മയിലേക്കും നമ്മളെ അത് കൈപിടിച്ച് നടത്തുവാൻ വേണ്ടിയാണ് ആ ജ്ഞാനവും വകതിരിവും നമുക്ക് ലഭിക്കുന്നത്. അതിന് പല മാധ്യമങ്ങൾ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും. ഈ ലോകത്തിൻ്റെ ജ്ഞാനം പ്രാപിപ്പാനും ദൈവികമായ ജ്ഞാനം പ്രാപിക്കുവാനും. ദൈവിക ജ്ഞാനം പ്രാപിക്കുവാൻ നമ്മൾ ദൈവവചനത്തിലേക്ക് കടന്നു വരണം. ഈ ലോകജ്ഞാനം പ്രാപിക്കുവാൻ നമ്മൾക്ക് സാധ്യമായിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും അത് മനുഷ്യർക്ക് നൽകിത്തരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ പ്രാപിക്കേണ്ടത് ദൈവികമായ ജ്ഞാനവും വകതിരിവുമാണ്. അതില്ലാതെ ജീവിക്കുന്നവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. സങ്കീർത്തനത്തിൽ ഇപ്രകാരം ഒരു വാക്യം വായിക്കുന്നു: മാനത്തോടെ ജീവിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരായി മാറുന്നു. അപ്പോൾ ദൈവം നൽകിയിരിക്കുന്നതായ ജ്ഞാനവും വിവേകവും ഒക്കെ പരിജ്ഞാനവും ഒക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ആ വചനപ്രകാരം, ജ്ഞാനപ്രകാരം, വിവേകത്തോടുകൂടി നമ്മൾ ജീവിക്കുവാനിടയായി തീരുന്നില്ലെങ്കിൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യരായിട്ടാണ് ദൈവം അവരെ എണ്ണുന്നതെന്നുള്ളതായ കാര്യം മറന്നു പോകരുത്. അതുമാത്രമല്ല, റോമാലേഖനത്തിൽ പറയുന്നത് പോലെ ദൈവം അവരെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിക്കുന്നു, അശുദ്ധിയിൽ ഏൽപ്പിക്കുന്നു, അപമാന രാഗങ്ങളിൽ ഏൽപ്പിക്കുന്നു, ദുഷ്കാമത്തിനേൽപ്പിക്കുന്നു. ദുഷ്കാമം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ ദുഷ്ടത നിറഞ്ഞ ഒരു ലോകത്തുകൂടി ജീവിക്കുവാൻ തക്കവണ്ണം നമ്മൾ വിവേകത്തോടെ നടന്നില്ല എങ്കിൽ ദൈവം തന്നെ നമ്മളെ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് രക്ഷപ്പെടുവാനുള്ളതായ ദൈവിക വചനങ്ങൾ ദൈവം നമുക്ക് സമൃദ്ധമായി നൽകിയിട്ട്, ഒരു മായവുമില്ലാത്ത ദൈവവചനം നമുക്ക് നൽകിയിട്ട്, ദൈവിക പരിജ്ഞാനവും വകതിരിവും എല്ലാം ദൈവം നമുക്ക് നൽകിയിട്ട്, അത് വകവയ്ക്കാതെയുള്ള നമ്മുടെ ജീവിതം ഒരിക്കലും ശുഭമാകുവാൻ സാധ്യത കുറവാണ്. ദൈവത്തിൻ്റെ വചനം അതാണ് പറയുന്നത്. അവരെ പിന്നെ മടക്കി കൊണ്ടുവരാൻ പോലും പ്രയാസമാണ്. അവരുമായിരുന്ന് ഭക്ഷണം പോലും കഴിക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ജ്ഞാനവും വകതിരിവുമൊക്കെ നമ്മൾ കാക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് നൽകുകയാണ്. അതുകൊണ്ടാണ് അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ജീവനും നിൻ്റെ കഴുത്തിന് അലങ്കാരവുമായിരിക്കും. ഹല്ലേലൂയ. നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ അതുമൂലം കാരണമായി തീരും. അങ്ങനെ നീ നിർഭയമായി വഴിയിൽ നടക്കും,
ഭയം കൂടാതെ നമുക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ, ഈ ലോകത്തുള്ളതായ ദുഷ്ടശക്തികളെ നമ്മൾക്ക് ഭയക്കാതിരിക്കണമെങ്കിൽ, ദൈവികമായ ആ ജ്ഞാനവും വകതിരിവോടും കൂടി നമ്മൾ നടന്നില്ല എങ്കിൽ നമ്മൾ അവൻ്റെ ആ വലയിൽ കുടുങ്ങിപ്പോകുവാനിടയായിത്തീരും. അങ്ങനെ നിർഭയമായി നമ്മൾ നടക്കുവാനും നിന്റെ കാൽച്ചുവട് ഇടറുകയുമില്ല. നമ്മൾ നേരായ പാതയിൽ കൂടി നടക്കുവാൻ നമ്മളെ അത് പ്രേരിപ്പിക്കുന്നു. ഹല്ലേലൂയ! ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. നമ്മളെല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, വഴി തെറ്റിപ്പോയിരുന്നു. അപ്പോൾ നമ്മളെ നേരായ പാതയിൽ നടത്തുവാൻ, നമ്മുടെ കാലിടറാതിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ് ഈ ജ്ഞാനവും വകതിരിവുമെല്ലാം. അതില്ലാതെ പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താകുമെന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത് വലിയ നാശത്തിലേക്കാണ് അവർ കാലിറി പോകുന്നതെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ഹല്ലേലൂയ! നീ കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടിയുണ്ടാകുകയില്ല. കിടക്കുമ്പോൾ നിൻ്റെ ഉറക്കം സുഖമായിരിക്കും. സ്വസ്ഥമായും സുഖമായും പലർക്കും ഉറങ്ങുവാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? അവർ നേരായ വഴിയിൽ കൂടിയോ നേരായ പാതയിൽ കൂടിയോ യാത്ര ചെയ്യുന്നവരെല്ലാം. അവർക്ക് കിടന്നാൽ ഉറക്കം വരില്ല. പലതിനെ ചൊല്ലിയുള്ളതായ വികാരങ്ങളെല്ലാം മൂലം അവർ സ്തോത്രം ഒന്ന് സുഖമായി സ്വസ്ഥമായി ഉറങ്ങുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് അവരെ അത് കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളതായ കാര്യം നാം ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ! പെട്ടെന്നുള്ള പേടി ഹേതുവായും ദുഷ്ടന്മാർക്ക് വരുന്ന നാശനിമിത്തവും നീ ഭയപ്പെടുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ളതായ ദുഷ്ടന്മാർക്ക് എന്താണ് വന്ന് ഭവിക്കുന്നത്? നാശമാണ്. നാശത്തിലേക്കുള്ള യാത്രയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം ജ്ഞാനവും വകതിരിവും നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയെന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാം. പക്ഷേ നമ്മൾ നടക്കുന്നത് നേരായ പാതയിൽ കൂടിയല്ല എങ്കിൽ അത് നാശത്തിലേക്കാണ് അതിൻ്റെ അവസാനമെന്ന് നമ്മൾ തിരിച്ചറിയുക. ദുഷ്ടന്മാർക്ക് വരുന്ന നാശം നിമിത്തം നീ ഭയപ്പെടുകയില്ല. യഹോവ നിൻ്റെ ആശ്രയമായിരിക്കും. അവൻ നിൻ്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും. ഹല്ലേലൂയ! ശത്രു നമുക്കെതിരെ നമ്മൾ നടക്കുന്ന വഴിയിൽ കെണിയൊരുക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ! നമുക്കെല്ലാവർക്കും അറിയാം, പല ഭാഗത്തും അത് സൂചിപ്പിക്കുന്നുണ്ട്. അവൻ പക്ഷി കാണുക വലവിരിക്കാതെ അവർ കാണാതെ വലവിരിച്ചു വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ! അപ്പോൾ അവരെ വീഴ്ത്തുവാൻ ചിലരെ ശത്രു മാധ്യമമായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ വീഴുന്ന വ്യക്തി അറിയുന്നില്ല. അവരിൽ കൂടി ശത്രു നമുക്ക് വേണ്ടി നാശത്തിൻ്റെ കെണി ഒരുക്കി വെച്ചിരിക്കുകയാണെന്നുള്ള ജ്ഞാനവും വകതിരിവും നമ്മൾ പ്രാപിക്കാതെ ജീവിതം നശിച്ച് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ ഒന്ന് ഉറങ്ങുവാൻ കഴിയാതെ അസമാധാനത്തോടെ ജീവിക്കുന്നതിലും നല്ലത് സ്വസ്ഥമായി ദൈവം തരുന്ന നന്മകൾ അനുഭവിച്ചുകൊണ്ട് ജ്ഞാനത്തോടും വകതിരിവോടും കൂടി നമ്മൾ ജീവിക്കുന്നതല്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലത്. ഹല്ലേലൂയ! ഇന്ന് രാത്രിയിലെങ്കിലും തിരിച്ചറിയുക, ഇത് നാശത്തിലേക്കുള്ള പോക്കാണ്, അനുഗ്രഹത്തിലേക്കല്ല. ഇന്ന് രാത്രിയിൽ ഈ ജ്ഞാനം പ്രാപിച്ചവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വകതിരിവ് പ്രാപിച്ചവർക്കായി സ്തുതിക്കുന്നു. ഈ വിവേകം പ്രാപിച്ചവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അത് കാത്തുകൊള്ളുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. ഹല്ലേലൂയ! എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഹല്ലേലൂയ എൻ്റെ ഒരു അപേക്ഷയാണ്. ഹല്ലേലൂയ! നിങ്ങൾ നശിച്ചു പോകാതിരിപ്പാൻ ഹല്ലേലൂയ ദൈവം നമുക്കൊരുക്കി തന്നിരിക്കുന്ന ഈ വലിയ രക്ഷയെ നിങ്ങൾ ഗണ്യമാക്കാതെ പോയാൽ നിങ്ങൾ എങ്ങനെ തെറ്റിയൊഴിയും? നിങ്ങൾ നാശത്തിലേക്കുള്ള പോക്കാണ്. രാത്രിയിലെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞ് മടങ്ങി വരുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ആമേൻ ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കി നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. സ്നേഹമുള്ള സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അവിടുത്തെ തിരുപാദപീഠത്തിൽ ഞങ്ങളായിരിക്കുന്നത് ഞങ്ങളുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതായ ഈ ആത്മീയ പാത കാലിടറാതെ പിന്തുടരുവാൻ വേണ്ടി ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതായി ഈ ജ്ഞാനവും വകതിരിവും വിവേകവും അത് കാത്തു സൂക്ഷിക്കാതെ
ആമേൻ. അന്യായമായി ദുഷ്ടൻ്റെ കെണിയിലകപ്പെട്ട് നിത്യമായ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലായി തീരുവാൻ സ്വർഗമേ ഇടയാക്കരുതേ എന്ന് അപേക്ഷിക്കുകയാണ്. അവിടുന്ന് അനുഗ്രഹിക്കണം, സഹായിക്കണം, തിരുക്കൃപയിൽ പൊതിയണം. യേശു ക്രിസ്തുവിൻ ധന്യമറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ശുഭരാത്രി നേരുന്നു. എല്ലാവരും സ്വസ്ഥമായി ഉറങ്ങുക. ഞങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായും നിങ്ങൾക്കുണ്ടാകും. സന്തോഷത്തോടെ ആയിരിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.